എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35, 36, 37 തിരുവെടുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. 37-ാമത്തെ തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും വരും താമസിക്കുകയുമില്ല. ഏകവചനത്തിലാ ആ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്, വരുവാനുള്ളവൻ. ഇത് ദൈവസഭയോട് ബന്ധപ്പെട്ടായി പറയുന്നത്. അതുകൊണ്ട് ദൈവസഭയോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വരുവാനുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്നാൽ ലോകത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരാൾ വരാനുണ്ട്. അത് ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് വരുവാനുള്ള പ്രഭു. അങ്ങനൊരു പ്രയോഗമുണ്ട്, വരുവാനുള്ള പ്രഭു. വന്നിട്ടില്ല, വരുന്നതിൻ്റെ ലക്ഷണങ്ങളാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി മുഴു ശക്തിയോടെ വരാൻ വേണ്ടിയാ ഈ കോലാഹലമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം നമ്മുടെതല്ല, വിട്ടേക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിച്ചത് നമുക്കറിയാം, നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്ന ധ്യാനിക്കുന്നവർക്കറിയാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എന്തിനായി ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്? നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആരംഭത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്തായി സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം അത് യേശു ക്രിസ്തു, എല്ലാവർക്കും അറിയാം. നല്ല വാർത്ത, സദ്വാർത്ത. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, പിന്നെ വലിയവരൊക്കെ പറയുന്ന കേട്ടായി പറയുന്ന ചിലപ്പോൾ തെറ്റിയെന്നിരിക്കും, ക്ഷമിക്കേണ്ട. ഗുഡ് ന്യൂസ് തെറ്റിയില്ലല്ലോ, നല്ല വാർത്തയാ. നല്ല വാർത്ത അതൊന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. മറ്റു വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ കാതും കർണപുടമെല്ലാം വല്ലാതായിരിക്കുക. ചില നമ്മൾ സമ്മതിക്കോ, എനിക്കൊന്നും കേൾക്കണ്ടേ എന്നാ പറയുന്നത്. കാരണം ആവശ്യമില്ലാത്തതെല്ലാം കേട്ട് കേട്ട് ഒരു പരുവത്തിലായി. അതുകൊണ്ട് ഇനി കേൾക്കേണ്ട നല്ല വാർത്ത അത് സുവിശേഷമാണ്. ആ സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, തത്വസംഹിതകൾ നിരത്തി വെക്കുകയല്ല, പ്രത്യയശാസ്ത്രമൊന്നും വാരി വിതറുകയല്ല. സാഹിത്യ ഭാഷയിൽ അമ്മാനമാടി ചില കാര്യങ്ങൾ പറഞ്ഞ് ആളെല്ലാം കൂടി ഇളക്കി ബഹളം ഉണ്ടാക്കി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കി വെച്ച് പോകുന്നതല്ല സുവിശേഷം. യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമേ, ഇകത്തിലുണ്ടോ പറക. പരിശുദ്ധ
പരന്താൻ മകത്വ പരാ പരന്താൻ മനമേ മകത്വ പരാ പരന്താൻ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ ഇകത്തിലുണ്ടോ പറക. അപ്പൊ യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. നിന്റെ വീട്ടിൽ അച്ഛനുണ്ടെന്നോ കപ്പിയാരുണ്ടെന്നോ മെത്രാനുണ്ട്, ചെമ്മാച്ചനുണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർമാരെമ്പടിയുണ്ട്, അവരുടെ കാര്യം തന്നെ പരുങ്ങല്ല. കുരിശൻ തൊട്ടിക്ക് സ്ഥലം കൊടുത്തു, സഭാകോള് വെക്കാൻ 10 സെന്റ് കൊടുത്തു, അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ പാത്രം വരുമ്പം കാണിച്ചിട്ടത് കൊണ്ടോ കാണിക്കാതെ ഇട്ടത് കൊണ്ടോ കൂടുതൽ ഇട്ടത് കൊണ്ടോ കുറച്ചിട്ടത് കൊണ്ടോ അതൊക്കെ കനാബലം പോലെ ചെയ്യുക. ഉപദേശിമാർക്കും വിശ്വാസിക്കും കഞ്ഞി വെച്ച് കൊടുത്തത് കൊണ്ടോ അതിനുള്ള സാധന സാമഗ്രികൾ കൊടുത്തു, അതൊക്കെ നല്ലതാ. സ്വർഗത്തിൽ പോവുകയല്ല. ഞാൻ കുരിശുമൂട്ടിലെയാ, പകലോമറ്റത്തെയാ, ശങ്കരപുരിയാ, തെക്കേടത്തെയാ, കാളികാവിലെയാ, കളീക്കലയാ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. ഞങ്ങളുടെ വീടിങ്ങനെ തുറന്നിട്ടിരിക്കുക, പൂട്ടണ്ട. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഹൃദയം തുറന്ന് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ കൺവെൻഷൻ നടത്തുന്നതിന്റെ ഉദ്ദേശവും അതാ. ഇതുവരെയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരേലും വന്നിട്ടുണ്ടെങ്കിൽ അവരിന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അല്ലാതെ പുള്ളിയുടെ ഈ കാശെല്ലാം കൂടെ വന്ന് തെള്ളി ഇതെന്നാ ചെയ്യണം, എന്നാൽ പൊടിയച്ചാരും കൊടുക്കാം, ഒരു യോഗം നടത്താം. പുള്ളിയും പറഞ്ഞ് എനിക്ക് ഇച്ചിരി കാശിന് ആവശ്യമാണ്, എന്നാൽ നമുക്ക് ഇവിടെ തന്നെ നടത്താം. അങ്ങനെ നടത്തുന്ന യോഗമല്ല എന്നോർത്ത് ഇത് ചെലവില്ലെന്നല്ലി പറഞ്ഞത്. ഇത് കാശ് കൂടിയിട്ട് നടത്തുന്ന യോഗമല്ല. ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി, ഈ യോഗം വിജയമാണ്. ചിലർ നോക്കുന്ന അനേകർ കൈ പൊക്കിയെങ്കിൽ യോഗം വിജയ്. ഈ മിക്കതും പൊക്കുന്നത് സഭയുടെ സെക്രട്ടറിയാ. പാസ്റ്റർമാർ നോക്കി ഇനി ആരുണ്ട്. അപ്പൊ അവരോർക്കും ഇയാൾ നൃത്തത്വമില്ല, നമുക്ക് പോയി പറ്റും, ഉണ്ടാകുകയല്ല. അവസാനം കൈപോക്കും. ഉടനെ ഉപദാശന്മാർ ഉയർത്തിയ കരത്തിനായി 30 വർഷം ഇതിനകത്തിരുന്ന കുഞ്ഞുഞ്ഞാ കൈപോക്കിയത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നീ കൈ പൊക്കിയാലും ആമേ പൊക്കിയില്ലെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. മരണം നിന്നെ പിടികൂടും. നിന്റെ അടുത്ത് നിപ്പോണ്ട് മരണദൂതൻ. തങ്കമ്മേ, അടുത്ത് നിപ്പോണ്ട് മരണദൂതൻ, സൈഡിലുണ്ട്, നിന്നോട് ചേർന്ന കസേര നിപ്പോണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് നിൽക്കുന്ന ദൂതൻ വന്ന് തപ്പുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനായി യോഗം ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാൻ ഒക്കാത്ത പരുവത്തിലാണ് ലോകവും സാഹചര്യവും വന്നിരിക്കുന്നത്, ഇല്ലേ? ആ ഇരിക്കുന്ന ഇരിപ്പ് തീർന്ന് അതിനെ ഉള്ളു. നീ ഇരിപ്പ് കണ്ടവർക്ക് ഒരു 9 ഇക്കിളിട് വന്ന് ആരെ ഇക്കിളിന് നീ ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കസേര നെടുന്നേറ്റ് പോകുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഈ സ്റ്റെപ്പ് ഇറങ്ങി താപ്പോട്ട് പോകുന്നതിന് മുന്നേ ഇതിനകത്തിരുന്ന് യേശുവിനെ നിന്റെ ഉടയവനായി ഏറ്റെടുക്കണം. അതിനാ യോഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഹൃദയം സമർപ്പിച്ചാൽ, കൈവെക്കണമെന്നില്ല, എഴുന്നേക്കണമെന്നൊന്നുമില്ല, അതൊക്കെ അവനവൻ്റെ അനുസരിച്ച് ദൈവമായിട്ടുള്ള ബന്ധമാണ്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഈ രാത്രി യോഗം വിജയമാണ്. അതിനാ യോഗം വച്ചിരിക്കുന്നത്. മരണം ഏത് സമയത്തും വന്ന് പിടികൂടും, ഇല്ലയോ? എപ്പോൾ വേണേലും പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം മരണം വഴിയായി പോകേണ്ടവരാ. മനുഷ്യന്റെ ആയുസ് ക്ഷണികമാണ്.
എഴുത്തച്ഛനെ ഞാൻ മിക്കയിടത്തും മരണ വീടുകളെയൊക്കെ പറയാറുണ്ട്, സമയം ഉണ്ടെങ്കിൽ. ഇപ്പോൾ സമയമില്ലല്ല, അനുശോചനമായതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല, പറയാൻ വയ്യ. എന്നാലും ആട്ടെ, ഉള്ളതാട്ടെ. എന്നാലും എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഒരു വാക്കെങ്കിലും കഴിവിൻ്റെ പരമാവധി പറയാൻ പരിശ്രമിക്കുന്നയാളാണ്. ഞാൻ ഈ മരണ വീടുകളിലൊക്കെ പോകും. എന്നെ ഒരാൾ വയ്ക്കുന്ന മരണദൂതനെന്നാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. കാരണം പുസ്തകത്തിലെ വാക്യം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ ഈ മരണ വീട്ടിൽ പോകുന്നതിന് പല ഗുണമുണ്ട്. അതിന് 1-2 ഗുണം. ഒരാളെന്നോട് ചോദിച്ചാൽ ഇന്ന് എല്ലായിടത്തും അങ്ങി പോകുന്നെന്ന്. അതിൻ്റെ 2-3 ഗുണം പറയാം. ഒത്തിരി ഉണ്ട്, 2-3. ഒന്ന്, എന്ന് ഈ മരണ വീട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള പല കാര്യത്തോടും വലിയ താല്പര്യമില്ല. കാരണം എന്നും ചെന്ന് ഈ പെട്ടിയാണ് കാണുന്നത്, പെട്ടിയും കാണുന്നു, അതുങ്ങളെല്ലാം കാണുന്നു, അനുശോചനം എല്ലാം കേൾക്കുന്നു, പറയുന്നതെല്ലാം എപ്പോഴും ഇതല്ലേ ഇങ്ങനെയുള്ള വാക്യങ്ങളാണ്. അപ്പം ഇത് കൂടെ കേൾക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലുള്ള പല കാര്യത്തോടും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മരണ വീട്ടിൽ പോകുന്ന നല്ലതാണ്. കല്യാണ വീട്ടിൽ തന്നെ എന്ന് അടിച്ചു പെരുക്കാതെ 5-6 കട്ട്ലേറ്റ് തിന്ന് അവസാനം പിന്നെ ഇന്നാളൊരാൾ ഇഞ്ചക്ഷൻ എടുത്തോണ്ടാണ് പോകുന്നത്. ഞാൻ ചായൻ വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ഇതെല്ലാം കരുതി കൂട്ടി അങ്ങ് പോവുക. അപ്പം അത് കുറച്ചുകൂടെ പോകരുതെന്നല്ല, കുറച്ചുകൂടെ കുറച്ചേച്ചി മരണ വീട്ടിൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. 2, മരണ വീടുകളിൽ പോയാൽ അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ ഒറ്റ വാക്കിലാണെങ്കിലും പറയാം, യേശു രക്ഷിതാവാണെന്ന്. കല്യാണ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഒക്കത്തില്ല, കേട്ടിരിക്കത്തുമില്ല. ഇവിടെ ആകുമ്പം 2 പേര് ഇരുന്നോളും. പിന്നെ പല കാര്യമുണ്ട്. സ്തോത്രം. അപ്പം അതുകൊണ്ട് തന്നെയല്ല, എല്ലാവരുടെയും അവസാനം ഇങ്ങനെ ആണല്ലോ. എഴുത്തച്ഛനെ ഒരിക്കൽ കൊടുത്ത പ്രയോഗം ഇങ്ങനെ: പോകങ്ങളോരോ ചണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ആയുസ് വേഗം പോകുന്നതാണ്. ഭോഗം, സുഖം. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. വഗ്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അതിന്റെ അർത്ഥം സ്കൂളിൽ പണ്ട് പഠിച്ചതാ, നിങ്ങളും പഠിച്ചതാ. നിങ്ങൾ ചിലര് മറന്നുപോയി, ഞാനതിലെ 2 വരി ഓർക്കുന്നതേ ഉള്ളു. എല്ലാവരും ഇതൊക്കെ പഠിച്ചതാ. അപ്പോൾ ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം. ഈ ലോകത്തിലെ സുഖം, ദാടിമോടി, ഇതെല്ലാം ക്ഷണപ്രഭയാ, മിന്നൽ പോലെ. കൊള്ളിയാൻ മിന്നുന്ന അധിക നേരം നിൽക്കത്തില്ല, മിന്നി അങ്ങ് പോകുമല്ലേ. ഇതുപോലാണ് ഈ ലോകത്തിലെ എല്ലാ ഭോഗങ്ങൾ. ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. നമ്മുടെ ആയുസ് വേഗം പോകുന്നതാ. ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, നിലത്ത് ഒഴിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. നമ്മുടെ ആയുസ് 4 വിരൽ നീളവന്ന്. സ്തോത്രം. ഇപ്പൊ പിന്നെ ഈ മരണ വീടുകളിലാന്നേലും പഴയ പാട്ടുകൾ പാടിയ മിക്കവർക്കും അറിയത്തില്ല. അതാരുടെയും കുഴപ്പമല്ല, ആരുടെയും കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ നമ്മളിതെല്ലാം ഈ ഉടമ്പടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് പാട്ട് പഠിക്കുകയും വേണ്ട, പാടുകയും വേണ്ട, അത് അവർ ചെയ്തോളും. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനല്ല. കടന്നു പോകുന്നവർ ഇതുപോലെ മോർച്ചറി സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം വീടുകളിലൊക്കെ ഭൗതിക ശരീരം വെക്കും. അപ്പം ഇരുന്ന് പാട്ടും പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് പാട്ടും തിട്ടം വരും, പഠിക്കുകയും ചെയ്യാം. ഇപ്പം പിന്നെ സമയമാകുമ്പം കൊണ്ടുവരും. അത് അവർ ചുമതലപ്പെട്ടവരുണ്ട്, അവർ പാടിക്കോളും. നമ്മൾ എല്ലാം ഉടുത്തൊരുങ്ങി റെഡിയായിട്ട് അവിടെ പോയി ഇരുന്നാൽ മതി. തന്നെയല്ല, അങ്ങനെ പഴയതുപോലുള്ള രീതികളല്ല, എല്ലാം ഒത്തിരി വ്യത്യാസമാണ്. ചില കാര്യങ്ങൾ നല്ലതുമാ ആട്ടെ. അതുകൊണ്ട് ചില പാട്ടുകളൊന്നും പാടിയ ചിലർക്ക് ഇപ്പം അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മുടെ ആയുസ് ക്ഷണികമാണ്. അപ്പം അതിന് ഈ ആയുസ് ക്ഷണികമായെങ്കിലും മനുഷ്യനിങ്ങനെ അത്യാർത്ഥിയോട് ഓടുക, ഓരോന്ന് വെട്ടിപ്പിടിക്കാൻ. എത്ര കിട്ടിയിട്ട് മനുഷ്യന് തൃപ്തി വരുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു.
ചക്ഷുശ്രവണ ഗളസ്തം, ചക്ഷുശ്രവണ ഗളസ്തമാ ദർദൂരം. ചക്ഷുശ്രവണൻ പാമ്പ്, ഗളം കഴുത്ത്, തൊണ്ട, വാ. ദർദുരം തവള എന്ന് പറഞ്ഞാൽ തവള ഇങ്ങനെ ചാടി ചാടി പോയപ്പം പാമ്പ് തവളയെ പിടിച്ച് പയ്യെ വിഴുങ്ങുക. തവളയുടെ 2 കാലും വയറിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും പാമ്പിൻ്റെ വായ്ക്കകത്ത് ചെന്നു. പിന്നെ കുഞ്ഞങ്കൈ 2ഉം ഇവിടുന്ന് ഇച്ചിരി ഉള്ളു വെളിയിൽ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. അടുത്തത് ഇങ്ങനെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട് തവളെ വിഴുങ്ങി 3/4 വിഴുങ്ങി ഇച്ചിരയുടെ ഉള്ളു വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ദർദുരത്തിന്റെ തവളയുടെ മുന്നിൽ കൂടെ ഒരു വിട്ടിൽ പോയാൽ ചാടിപ്പിടിക്കുക. ഇതാ മനുഷ്യന്റെ പ്രകൃതി. 3/4 ഭാഗവും പാമ്പിന്റെ വായിലായി. എന്നാലും കണ്ണിന്റെ മുന്നിൽ വിട്ടിൽ പോയാൽ. അപ്പൊ ചക്ഷുശ്രവണ ഗളസ്തമാ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാല്ലോ. കാലമാകുന്ന അകി പാമ്പ്, ഈ കാലമാകുന്ന പാമ്പിന്റെ വായിൽപ്പെട്ട് ലോകം മുഴുവൻ ആലോല ചേതസ ഭോഗങ്ങൾ തേടുക. അപ്പോൾ അത് പാടില്ല. കാലമാകുന്ന അഹി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഡംബോടുവാണിടും ധനാഢ്യ സാധുക്കളായോരും ഡംബോടുവാണിടും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം. ഇല്ലാതെ വെടിഞ്ഞിടും ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം. ഇല്ലാതെ വെടിഞ്ഞിടും അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം. അതുകൊണ്ട് മരണദൂതൻ വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ യോഗം അതിന് ഇടയാകട്ടെ. അപ്പോൾ സുവിശേഷം അത് യേശു ക്രിസ്തു. ആ സുവിശേഷമാണ് പ്രാരംഭത്തിൽ 4 പുസ്തകം നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം. ആ സുവിശേഷത്താൽ അവൻ കടന്നു വന്ന ശ്ലീഹന്മാരുടെ പ്രവൃത്തി അതാണ് അപ്പോസ്തല പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും അനേകര് ഈ കൃപയിൽ വന്നു, ദൈവസഭയിൽ വന്നു. അവരെ കർത്താവിന്റെ വരവനായി ഒരുക്കിയെടുക്കുവാൻ ആത്മനിയോഗം പ്രാപിച്ച് അഭിഷിക്ത ദാസന്മാരാൽ എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ലേഖനങ്ങളെല്ലാം ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ആമേ എഴുതിയിരിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ദൈവസഭ ഒരുക്കപ്പെടണം. എന്തിന്? കർത്താവിന്റെ വരവിനായി. അങ്ങനെയുള്ള ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ മിക്കപ്പോഴും പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, തർജ്ജമ ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്തിയ ലേഖനം, എബ്രായ ലേഖനം. അധികം വിവരിക്കുന്നില്ല. ഇവിടെ സമയത്തിന്റെ പരിമിതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്ത് തന്നെ പ്രസംഗം നിർത്തും. അതിന് മിക്കവാറും 1 മിനിറ്റ് മുമ്പായിരിക്കും യോഗം നിർത്തുന്നത്. ദൈവത്തിന് മഹത്വം. ചിലർക്ക് എന്നെപ്പറ്റി ഒത്തിരി ചിന്താഗതി ഉണ്ട്. അതിലൊരു ചിന്താഗതി, അയാൾ നേരത്തെ കാലത്ത് വന്ന് യോഗം നിർത്തുകയല്ലെന്ന. അതിന് ഒരു കാര്യം പറയാം. ഈ ചിലയിടത്ത് യോഗത്തിന് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും എപ്പം നിർത്തണം. അപ്പം ഈ പൊതുവിൽ നോട്ടീസിലൊക്കെ 9:30 അല്ലെ 9 എന്ന് വെച്ചെങ്കിലും ചെവി എന്ന് പറയും, പൊക്കോട്ടെന്ന് പറയും. അതാ ചിലയിടത്ത് എടുക്കുന്നത്. അപ്പം പൊതുജനത്തിന് അറിയത്തില്ല എവരിടയ്ക്ക് കയറി പറഞ്ഞത്. അതിൻ്റെ എല്ലാം തല്ല് മേടിക്കുന്ന ഞാനാ. എന്നാൽ ചിലയിടത്ത് പറയും കൃത്യം 9-ന് യോഗം നിർത്താം. അവിടെ കൃത്യം 9-ന് നിർത്തുകയും ചെയ്യും. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെന്തിക്കോസ് അല്ലേ, ചിലപ്പോൾ ഒരു ആത്മ നടത്തിപ്പിൽ 4-5 മിനിറ്റ് ചില യോഗങ്ങൾ മുമ്പോട്ട് പോകാറും ഉണ്ട്. സ്കെയിലും പിടിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. എന്നാൽ ഇന്ന് നാളെ സഭായോഗമൊക്കെ ഉള്ളത് കൊണ്ട് ആ പറഞ്ഞതിന് 1 മിനിറ്റ് മുമ്പ്
പ്രസംഗം നിർത്തിയിരിക്കും, ദൈവം അനുവദിച്ചാൽ. അങ്ങനെ തന്നെയാ, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനത്തിന്റെ വിശേഷതയിൽ ചിലത്, ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത് എന്താ? വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ, ത്യജിച്ചതിനേക്കാൾ, വർജിച്ചതിനേക്കാൾ ഏറ്റവും നല്ലതാണ്, നല്ല സ്ഥലമാണ്, നല്ല ഇടമാണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, ആമെ പ്രതിപാദ്യ വിഷയം, ആമെ കർത്താവാകുന്ന യേശു ക്രിസ്തു, പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കാരണം നിങ്ങൾക്കറിയാം, എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ, ക്രിസ്തു മാർഗത്തിൽ വന്നവരാ. ഇവരിൽ കൂടുതലും പേര് യഹൂദന്മാരായിരുന്നു. നമ്മുടെ നാട്ടിലും യഹൂദന്മാരാണെന്ന് പറയുന്ന ചില ആൾക്കാർ ഉണ്ട്. ഒരിക്കലെ എന്നോടൊരാൾ വന്ന് പറഞ്ഞു, ഞാൻ യഹൂദനാന്ന് പറഞ്ഞു. മട്ടാഞ്ചേരി വെച്ചല്ല, തിരുവല്ലായി വെച്ചാ. എല്ലാരും അല്ലെങ്കിൽ പറഞ്ഞ പുള്ളിക്ക് ഈ കളറാ. ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഇപ്പോഴും നോക്കണ്ട, യഹൂദനാന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചേച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, വേറെ ആരോട് ഇത് എന്ന് പറയണ്ട. അതെന്നാന്ന് ചോദിച്ചു. കളർ ഇങ്ങനെ. ഞാൻ പറഞ്ഞ കളറൊന്നുമല്ല കാര്യം, കളറ് അതെങ്ങനെയും ആട്ടെ, അതല്ല വിഷയം. ഇത് യഹൂദനാന്നി എന്ന് പറയും. ഇവന്മാർ ഇതുപോലെ നാശം പിടിച്ചവന്മാരാ. ഒരു വാക്യം ഒന്ന് വായിച്ചേര്. ഇനി ആരെങ്കിലും യഹൂദനാന്ന് പറഞ്ഞു നടക്കുക, എന്ന് നീ ഈ വാക്യം കൂടെ വായിച്ചേച്ചേ പറഞ്ഞു നടക്കാവൂ. തിമോത്തിയോസിന്റെ ആ തെസലോനിക്ക് ലേഖനം, 2-ാം ലേഖനം എടുത്ത്, നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ ഞാൻ റെഫറൻസ് 1-ാം ലേഖനം, മോനെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ച്. തെസലോനിക്കരുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല കക്ഷികളാണ് യഹൂദരെ. കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും, സ്വന്തം പ്രവാചകന്മാരെ കൊന്നവന്മാരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ആണ്ടാണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പൗലോസാ എഴുതിയത്. അപ്പോസ്തലന്മാരെയല്ല, ഓടിച്ചു കളഞ്ഞവന്മാരാ. നല്ല കക്ഷികളാ, ഓടിച്ചു കളഞ്ഞവരും. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും വായിച്ചോ. സകല മനുഷ്യർക്കും വിരോധികളും. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി, ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അതാ യഹൂദൻ. അത് പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇനി വേറെ ആരോടും ചെന്ന്, വിശേഷിച്ച് തിരുവല്ലായിൽ ഏരിയയിലെങ്കിലും ചെന്ന് പറഞ്ഞു വെറുതെ അതല്ല മേടിച്ച് പോകരുത്. പുള്ളി പിന്നെ പറഞ്ഞ എന്നാൽ ഇനി ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നല്ലത്. നമ്മുടെ വിഷയം അതല്ല, വിട്ടേക്കാം. അപ്പോൾ എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരാ. ഇനി മറുവശമുണ്ട് യഹൂദൻ. അവർക്ക് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വിശേഷതകളുണ്ട് താനും. അവരെ പറ്റി വായിക്കുന്നത് ദൈവത്തിന്റെ ജനമെന്ന. ന്യായപ്രമാണവും വാക്തത്വവും പിതാക്കന്മാരുമല്ല അവർക്കായിരുന്നെന്ന റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ. അതൊന്ന് വായിച്ചേര്. റോമാലേഖനം 9:3 ഒന്ന് വായിച്ചോ.
നിങ്ങൾ രണ്ടുപേർക്കും വായിക്കാം. ഷൂപാസ് എടുത്തെങ്കിൽ വായിക്കാം. ദൈവത്തിന് മഹത്വം. അവർ ഇസ്രായേലിയർ പുത്രത്വവും അവര് ഇസ്രായേലിയർ യാക്കോബ് എന്ന പിതാവിനാൽ ജനിച്ച് ജീവിച്ച മക്കളാണ് 12 പേര്. അവരെ പറ്റിയ ഇസ്രായേൽ. അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാരും അവർക്ക് വേണ്ടി മാത്രമുള്ളതാ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ ഇതൊക്കെ യഹൂദനെ കൊള്ള ചില വിശേഷതകളാണ്. അപ്പൊ തന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ കുഴപ്പടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദന് ഈ കുഴപ്പടി അല്ലെങ്കിലും മറ്റേ കാര്യത്തിൽ ഇവര് വളരെ ഈ ഡെമ്പ് കാണിക്കുന്നവരാ. ഞങ്ങൾ ഇസ്രായേലര് ന്യായപ്രമാണം, പുത്രത്വം, വാഗ്ദത്തം, നിയമങ്ങൾ, ആരാധന, ഇതെല്ലാം ഞങ്ങൾക്ക്. പിതാക്കന്മാര് ഞങ്ങളുടെതാണ്. അവരായി പിതാക്കന്മാരെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ, പിതാക്കന്മാരുടെ ദൈവം എന്നൊക്കെ അവരാ പറയുന്നത്. അവര് പറഞ്ഞെങ്കിലേ ഒക്കൂ. നമ്മൾ കയറി പറയാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ ഇരിക്കുന്നവരാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ മിണ്ടിപ്പോകരുത്. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പല കക്ഷികൾ ഇന്ന് രാത്രി യോഗത്തിന് വരും. അവത്തങ്ങളെല്ലാം വന്ന് വാതൊക്കെ എന്ന് പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിക്കാനും പറയാനും ഒക്കത്തില്ല. തല്ലുമേടി ചൂപ്പാട് വരും. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? കുന്തമായിട്ട് ആൾക്കാർ വരും. ജോർജ് കുട്ടി എന്നെ വിളിച്ച് എന്തിനാന്ന് ചോദിക്കും. സ്തോത്രം. പല രീതി വരും. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. വെറുതെ ഈ 3-ാമത്തെ ദിവസം എന്തിനാ അലോഗ്യം ഉണ്ടാക്കി. പലരും വരും. പെണ്ണുങ്ങളും വന്ന് വാതൊക്കെ നിൽക്കും. എന്തിനാ വിളിച്ച എന്നാന്ന് ചോദിക്കും. ചിലതിനെ കണ്ടാൽ നമുക്ക് പേടിയും വരും. രാത്രിയില്ല കറണ്ട് പോകുമ്പോഴാണ് 5-ാം പനിയും വരും. അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ വരും. വന്ന് ചോദിക്കും ഞങ്ങളെ എന്നാ വിളിച്ചത്. അപ്പം നമ്മൾ പറയും ഞങ്ങൾ ആരെയും വിളിച്ചില്ല, ദൈവത്തെ വിളിച്ച. അല്ലല്ല, നിങ്ങൾ വിളിച്ചത് പിതാക്കന്മാരുടെ ദൈവമേന്നാ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് പലരെയും സേവിക്കുകയും ആരാധിക്കുകയും അവരെ അനുഗമിക്കുകയൊക്കെ ചെയ്തതാ. അതുകൊണ്ട് അവരെല്ലാം വരും. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്ന് ഉണർവ് കയറി ആരും വിളിക്കണ്ട. വിളിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവമേന്ന്. നീ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. യേശുക്രിസ്തുവാണ് ഏക ദൈവം. യേശുക്രിസ്തുവാണ് സത്യദൈവം. യേശുക്രിസ്തുവാണ് നിത്യദൈവം. യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അതുകൊണ്ട് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇവിടെ പിതാക്കന്മാരും അവർക്കുള്ളവർ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷതകളും യഹൂദനുണ്ട്. ഈ വിശേഷതകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് അഹങ്കാരവുമുണ്ട്, ഡെമ്പുണ്ട്, ഹുങ്കുണ്ട്. യഹൂദന്മാർക്ക് അങ്ങനെ ഉണ്ട്. ഇവര് വേറെ ആരെയും അംഗീകരിക്കുന്നില്ലല്ലോ. തന്നില്ല പ്രമാണമല്ല അവർക്കാ. പ്രമാണം വെച്ച് നോക്കുമ്പം അവർക്ക് അനുഗ്രഹമാ. നമുക്കോ മുഴുവൻ ശാപമാ. അവരോടാ പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും. നമ്മളിപ്പറ നിൽക്കുകയാണ്. നമ്മൾ നോക്കി ചോദിച്ചു പട്ടണത്തിൽ നീ ഗുണം വരികയല്ല. അവരെ നോക്കി പറയും വയലിൽ നിന്നെ അനുഗ്രഹിക്കും. അത് പറഞ്ഞേച്ച് നമ്മളെ നോക്കി മുഞ്ഞ വീണ് പോവുകയുള്ളൂ. പിന്നെ അവന്മാരെ നോക്കി വെച്ച് പറയും നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പേറും പുറപ്പുമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ കന്നാലി എല്ലാം വെട്ടുപാതം വന്ന് യാകുകയുള്ളൂ. ഇതായത് തമ്മിലുള്ള വ്യത്യാസം. നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം ഗുണം വരികയല്ല, ശാപമാണ്. യഹൂദന് മുഴുവൻ അനുഗ്രഹമാണ്. അവനോട് രാവിലെ നിന്നേച്ച് പറയും നിന്റെ മാവ് കുടയ്ക്കുന്ന തൊട്ടിയും കൊട്ടയും വട്ടിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ ചട്ടി എടുത്ത് നിന്റെ കൊച്ചു നിന്റെ തല തല്ലി പൊട്ടിക്കും. നമുക്ക് മുഴുവൻ പ്രാക്കും ശാപവുമാണ്, അവർക്ക് മുഴുവൻ അനുഗ്രഹമാണ്. എന്നാൽ ഇടയ്ക്ക് കയറി പറയാം, ആ ശാപം മുഴുവൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ വാങ്ങിച്ച് ആ ശാപത്തിന്റെ കീഴിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, അധികം വിവരിക്കുന്നില്ല ആ ഭാഗം. അപ്പോൾ യഹൂദന് ന്യായപ്രമാണം, ആരാധന, അതെല്ലാം അവർക്ക്. നമുക്കൊന്നും ആരാധിക്കാനൊക്കെയല്ല. നമ്മൾ ആരാധിക്കാൻ പോവാന്നും പറഞ്ഞ് അവരുടെ കൂടെ ഒന്നും ചെന്നാൽ അതുങ്ങൾ കൂട്ടുകയില്ല, ആരാധിക്കുകയില്ല.
ആരാധിപ്പിക്കത്തില്ല. അത് അവർക്കാ പറഞ്ഞിരിക്കുന്നത്. അവൻ ന്യായപ്രമാണവും പുത്രത്വവും ആരാധനയും വാറ്റത്വവും നിയമങ്ങളും ചട്ടമല്ല അവർക്ക്. നമുക്കിതൊന്നുമില്ല. അതുകൊണ്ട് യഹൂദന് ഈ ജാതിയിൽ ഇവര് ഇച്ചിരി മുന്നിലായതുകൊണ്ട് ഹുങ്കുണ്ട്, തണ്ടുണ്ട്, തലക്കനമുണ്ട്, ഹുങ്കുമൊക്കെ ഉണ്ട്. ഇവര് വേറെ ആരോടും വലിയ സഹവാസവും സഹകരണവും ഒന്നും ഉള്ളവരല്ല. ആട്ടെ, വിവരിക്കുന്നില്ല. തന്നെയല്ല, ജഡപ്രകാര ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. തന്നെയല്ല, അവർക്ക് ആ യെരൂശലേം പള്ളി, ആ പള്ളിക്കകത്ത് പുരോഹിതന്മാർ, അത് കൂറിന്റെ ക്രമത്തിൽ ദാവീദിന്റെ കാലത്ത് 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന, നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ നടത്തിപ്പുകാരായിട്ട് മഹാപുരോഹിതൻ, അത് സ്ഥാനചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതനുണ്ട്. ആണ്ടിൽ ഒരിക്കൽ പുള്ളി ആ വസ്ത്രമെല്ലാം കൂടെ ധരിച്ച് ഒരു വരവുണ്ട്. അത് കണ്ടാൽ തന്നെ ചുമ്മാ നിൽക്കുന്നവനും വെച്ചു പോകും. ആ പരുവത്തിനാ പുള്ളി ഇറങ്ങി വരുന്നത്. അത് നീളക്കുപ്പായോ നിലയെങ്കിൽ നടുക്കെട്ട് ഏവോതും മാർപ്പതക്കോ ഉള്ളെങ്കിൽ മേലെങ്കിൽ തലമുടിയും വെച്ചുകെട്ടും എല്ലാം കൂടെ വെച്ച് പുള്ളി അവിടെ നിന്ന് ഒരു വരവ് വരുമ്പം 2 വെടിയും ഒരു പുകയും ഒരു പിന്നെ ഉണ്ട്, പലതുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ ചുമ്മാ റോഡ് നിൽക്കുന്നവനും അടുത്തോട്ട് വരാൻ നമ്മളും. അപ്പൊ പുള്ളി ആണ്ടിൽ ഒരിക്കൽ ഒരു വരവുണ്ട്. അപ്പോൾ മഹാപുരോഹിതൻ സ്ഥാനചിഹ്ന വിശേഷ വിഭൂഷിതനായിട്ട് പുള്ളി, പുരോഹിത വൃന്ദങ്ങൾ, ജാതിയിൽ ശ്രേഷ്ഠര്, ഈ വിധത്തിലുള്ള പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളുമെല്ലാം അവർക്ക്. മാത്രമല്ല, തലകെടുപ്പോടെ നിൽക്കുന്ന യെരൂശലേം ദേവാലയം, വലിയ പള്ളി, ഭയങ്കര പള്ളി, അത് 3 ഭാഗമായിട്ട് അതിന്റെ ക്രമത്തിൽ ചെയ്തു വെച്ചിരിക്കുക. ഹെരോദാവ് ഇതിനെ ഒന്ന് പുതുക്കി പണിതു. ശലോമോന്റെ ആലയം വളരെ ഗംഭീരമായിരുന്നു. അത് തകർന്നു പോയെങ്കിലും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം തിരിച്ചു വന്ന് പണിത്. നെഹമ്യാവ് മതിലിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു. ഈ സെരുബാബേലിന്റെ ആലയത്തെ യേശുവിന്റെ കാലം വന്നപ്പോൾ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു. അങ്ങനെ തലകെടുപ്പോടെ നിൽക്കുന്ന വലിയ പള്ളി. ഈ പള്ളിക്കകത്ത് സ്വർണത്താലും തങ്കത്താലും നിർമ്മിക്കപ്പെട്ടതായ ഉപകരണങ്ങൾ, അത് കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ പള്ളിക്കകത്ത്. പിന്നെ പള്ളിയും പരിസരവും അതിന്റെ പരിവട്ടവും എല്ലാം കൂടെ കോടിക്കണക്കിന് വിലമതിക്കാൻ പറ്റുകയില്ല. അതുപോലെ സ്വത്ത്, തലയെടുപ്പോടിരിക്കുന്ന പള്ളി, പുരോഹിത വൃന്ദങ്ങൾ, മഹാപുരോഹിതൻ, ജാതികൾ ശ്രേഷ്ഠർ, ഈ വിധത്തിലുള്ള പ്രമാണങ്ങളും കാര്യങ്ങളെല്ലാം അവർക്ക്. അങ്ങനെ എല്ലാം കൊണ്ട് ഇവര് ഉന്നതന്മാരാ. അപ്പൊ ഇങ്ങനെയുള്ള ഈ യഹൂദ ജാതി ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ വരുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതെ, ജാതികൾ ശ്രേഷ്ഠര്, കാണാൻ നല്ല ചന്തം, നല്ല തലയെടുപ്പ്, ഇഷ്ടം പോലെ സ്വത്ത്, വലിയ പള്ളിയും പള്ളിയുടെ ചുറ്റുവട്ടവും കാര്യങ്ങളല്ല, ഈ വിധത്തിലുള്ള പ്രമാണങ്ങൾ ഇതെല്ലാം ഉള്ള ഇവര് ഇതെല്ലാം വിട്ടേച്ച് ദൈവത്തിന്റെ സ്വന്തം ജനം, സമ്പത്ത് ദൈവത്തിന്റെ, ഇങ്ങനെയുള്ള ഇവര് ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ പുറകെ, നസ്രായന്റെ പുറകെ ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇതൊന്നുമില്ലാതെ വന്നിട്ട് തന്നെ നമ്മുടെ ഗമയും ഇരിപ്പും കാണണം. പക്ഷേ ഞാൻ ഇങ്ങനൊന്നും വന്നിരിക്കേണ്ട ആളെ അല്ല, പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആരായിരുന്നെന്ന് അറിയാമോ? സ്തോത്രം. ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം വന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊന്നും ഇരിക്കേണ്ട ആളെ. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിപ്പാപ്പനോട് ഒരാളോട് ചോദിച്ചേട്ടെ, എന്നെയും കൂടെ അങ്ങോട്ട് യോഗത്തിനാൻ പറഞ്ഞു. കാറയിൽ ഇടയില്ലെന്ന്. ഇടയില്ലാഞ്ഞിട്ടല്ല, കൊണ്ടുപോകാൻ കഴിയല്ലായിരുന്നു. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു, ഇവൻ എന്നാ, എന്നോട് ചോദിച്ചു, ഇവൻ എന്നാ കാറ് കാണാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല അനീഷ് കുമാറെ, ഇവന് കാറൊന്നും ഇല്ലായിരുന്നു. ഇവനുണ്ടായിരുന്ന കാറ് മഴക്കാറ്. പുള്ളി അരിശം കയറി പറഞ്ഞതാ. പിള്ളേര് വെളിയിലോട്ടൊക്കെ പോയപ്പോൾ ഒരു കാറും വണ്ടിയൊക്കെ ഇപ്പം മേടിച്ചത്. 10 രൂപ ഇപ്പം പിള്ളേർ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയത് കൊണ്ടല്ലേ. എന്നാലും ചിലരുടെ ആ അഹങ്കാരവും ഹുങ്കും ഒന്നും പറഞ്ഞറിയിക്കാൻ ഒക്കാത്തതാ. അത് പോട്ടെ. അപ്പൊ എബ്രായ ജാതി, എബ്രായ ജനം ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ ഇറങ്ങി. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പൊ ആരംഭ സമയത്ത് ഇവരിറങ്ങി വളരെ തീക്ഷ്ണതയോടെ ഇവര് കർത്താവിനെ സേവിച്ചവരാ. ഇവര് ഉണ്മയോടെ, തീക്ഷ്ണതയോടെ, വളരെ ഉശിരോടെ, വളരെ പ്രത്യാശയോടെ യേശുവിനെ സേവിച്ചും സ്നേഹിച്ചും വന്നവരാ. അതിന് 2 വാക്യമാ സാധാരണ തെളിവ്. നിങ്ങൾക്കറിയാം, വായിച്ചേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ഇവർ ആരംഭ സമയത്ത് തീക്ഷ്ണതയോടെ നിന്നതിന് തെളിവ്.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർക്കണം. അപ്പോൾ ആരംഭ സമയത്ത് തീഷ്ണതയോടെ ഉണ്മയോടെ ഇവര് ദൈവത്തെ സേവിച്ചവരാ. ആര്? എബ്രായ വിശ്വാസികൾ. പെന്തിക്കോസിന്റെ ആരംഭത്തിലും അങ്ങനെ ആരംഭത്തിൽ ഇറങ്ങിയ പിതാക്കന്മാരൊക്കെ നല്ല തടിപ്പുറത്ത് വെടി പോലാ നിന്നേ, പാട്ട കൊട്ടി കളിയാക്കി. പക്ഷെ അവര് ക്ഷീണിച്ചൊന്നും പുറകോട്ട് പോയില്ല. ചാണകവെള്ളം തളിച്ചും ചാണകം എടുത്ത് എറിഞ്ഞു, അവരാരും പിന്മാറിയില്ല. കല്യാണപ്പന്തി ഇരുന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവര് പ്രാഗിയില്ല, അലച്ചുമില്ല, ആരെയും തെറിയും പറഞ്ഞില്ല. സ്തോത്രം. പക്ഷെ അവരെല്ലാം ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നു. കമ്മലും മാലയും ഊരി അതിനെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. സന്തോഷത്തോടെ അത് സഹിച്ചു. സ്തോത്രം, സ്തോത്രം. കുടുംബക്കാര് മിണ്ടുകയിലായിരുന്നു, കുടുംബത്തിൽ കയറ്റുകയിലായിരുന്നു. ഒരു കാര്യം വന്നാൽ അറിയിക്കത്തുമില്ല. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ലായിരുന്നു. ഭാഗോടമ്പടി ചെയ്തു, ഓഹരി കൊടുത്തിട്ടില്ല. ചിലർക്ക് കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാൻ പോയില്ല, കേസിനും കോടതിക്കും ഒന്നും പോയില്ല. സ്തോത്രം ചെയ്തു. പക്ഷെ അവരെ ആരെയും ദൈവം കൈവിട്ടില്ല. അവരുടെ സന്തതിക്ക് ഒരു കുഴപ്പം വന്നില്ല. എബ്രായലേഖനക്കാരൻ പറയുന്നത് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു. അപ്പോൾ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരായ എബ്രായ വിശ്വാസികൾ. ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആരംഭ സമയത്ത് ഈ നിന്നയും പീഡയും കൂത്തുകാഴ്ചയും ഒക്കെ ധാരാളം കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം. വിശ്വാസത്തിൽ വന്നപ്പോൾ കഷ്ടമെല്ലാം മാറുകയല്ല, കഷ്ടങ്ങളുടെ പോരാട്ടമായിരുന്നു. നമ്മൾ ചിലരോട് പറയുന്നത് ഇതിനകത്ത് വന്നാൽ മതി എല്ലാ കഷ്ടവും. ചുമ്മാ നീ പൊട്ടത്തരവെന്നും വിളിച്ച് പറയരുത്. ഇതിനകത്ത് വന്നാൽ കഷ്ടം മാറുമെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? പുസ്തകത്തിൽ വായിക്കുന്നത് ലോകത്തിൽ കഷ്ടം ഉണ്ടെന്നാ. കഷ്ടം മാറുമെന്ന് പറയുന്ന പുള്ളിയും യോഗം കഴിയുമ്പോൾ പറയും സ്തോത്രം, അക്കൗണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം പിന്നെ അക്കൗണ്ട് നമ്പരുമല്ല ഇല്ല ഈ ഞെക്കുമ്പം ഒക്കെ എന്നെ അതിന് പറഞ്ഞത് എന്തേലും ആട്ടെ. സ്തോത്രം. പണ്ടൊക്കെ സ്തോത്രം കാണിച്ച പാത്രം ഇപ്പം അതും വേണ്ട, വാതൊക്കെ വെച്ചിരിക്കുക. ഞെക്കിയേച്ച് ഇങ്ങോട്ട് അവനാ ഇവിടെ കയറുന്നു, എല്ലാ കഷ്ടവും മാറുമെന്ന്. പൊട്ടത്തരെല്ലാം വിളിച്ച് പറയാം. എന്റെ കർത്താവ് തിരുവായി മൊഴിഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാ. യേശുവിനപ്പുറം ഒറ്റ ഒരുത്തനുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെട്ടോണം. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ നീ പോകുമ്പോഴും സ്തോത്രം ചെയ്യുവാനും പാട്ട് പാടാനും സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ള കൃപ ദൈവം നിനക്ക് തരും. മക്കതോന്യക്കാരെ പറ്റി എടുത്ത ഭയങ്കര സന്തോഷമായിരുന്നെന്നാ. വെറും സന്തോഷമല്ല, സന്തോഷ സമൃദ്ധി. കഷ്ടത എന്ന കഠിനശോധനയെ കൂടാ പോകുന്നത് മക്കതോന്യക്കാര്. മഹാദാരിദ്ര്യം. വാക്യം വായിച്ചേ മോനെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. നമ്മുടെ വിഷയം അല്ലെങ്കിലും സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളോട് അറിയിക്കാം. ശ്രദ്ധിച്ചേ. എന്തുവാ ദൈവകൃപ? അടുത്തത് കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അത് ദൈവകൃപയാണെന്നാ പറയുന്ന. കഷ്ടത എന്ന കഠിന ശോധന അത് ദൈവകൃപയാ. ഇന്നെങ്ങാനുമുള്ള പൊട്ടന്മാര് പറയുന്ന പോരാട്ടമാ, ശാപമാന്ന്. ഇവനെല്ലാം മട്ടാന്ന് മട്ടന്മാർ ഒത്തിരി ഉണ്ട്. കഷ്ടത എന്ന കഠിന ശോധന അത് ദൈവകൃപയാ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. അടുത്ത വാക്യം, അവരുടെ സന്തോഷ സമൃദ്ധിയും. അപ്പൊ കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ അവർ സന്തോഷ സമൃദ്ധിയുള്ളവരാ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട പലരും പല കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. പറയാൻ പറ്റുന്ന കാണും, പറയാൻ പറ്റാത്ത കാണും. പക്ഷേ ദൈവസന്നിധി വരുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ജീവിതത്തിൽ സന്തോഷ സമൃദ്ധി ഉണ്ടായിരിക്കണം. കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടെ പോകുമ്പോഴും സന്തോഷ സമൃദ്ധിയും പിന്നെ മഹാദാരിദ്ര്യവും. മഹാദാരിദ്ര്യം, ചെറിയ ദാരിദ്ര്യം ഒന്നുമല്ല, മഹാദാരിദ്ര്യം. പിന്നെ ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. കണ്ടോ, ഇതാ ദൈവകൃപ. കഷ്ടത എന്ന കഠിനശോധനയ്ക്കകത്തൂടെ പോവുക,
ആ കഠിനശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ മഹാദാരിദ്ര്യവും കഷ്ടത എന്ന കഠിനശോധനയെ കൂടെ പോകുമ്പോഴും രണ്ട് കാര്യം എടുത്തു പറയുക. ഒന്ന്, മഹാസന്തോഷം. രണ്ട്, ഈ ദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കുന്നു. അതങ്ങനെയൊക്കെ വരണമെങ്കിൽ അതിന് ദൈവകൃപ വേണം. ദൈവകൃപയുള്ളവർക്കേ പറ്റൂ. എല്ലാരെ കൊണ്ടും ഒക്കത്തില്ല. അത് കൃപയാ. അതാ കൃപ. നമ്മൾ ഈ കൃപ എന്ന് ഓർക്കുമ്പോൾ മറുഭാഷ മാത്രം പറയുന്നത് അല്ല കൃപ. പ്രവചനം പറയുന്നത് മാത്രമല്ല കൃപ. ഭൂതത്തെ ഇറക്കുവോ ഇങ്ങോട്ട് വിളിക്കുവോ ആയിക്കോട്ടെ, അതൊന്നും അല്ല ദൈവം. അത് കൃപയല്ലെന്നല്ല. അതാ ചിലര് കൃപ അല്ലല്ല. ഇത് വലിയ ദൈവകൃപയാ. ഏത്? കഷ്ടത എന്ന കഠിനശോധനയെ കൂടെ പോകുമ്പോഴും ഭയങ്കര സന്തോഷം. അത് കൃപയാ. അവൻ മഹാദാരിദ്ര്യത്തിന്റെ നടുവിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കാനുള്ള മനസ്സ്, അത് ദൈവകൃപയാ. അതുള്ളവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഓ നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മണ്ണിലേനാ, മനുജാതിക്കായി വന്നതാ ഉന്നതാ വിഭാ. മനുവേല വന്ദനം. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര, ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര. ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, അതൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. ഓ മനുവേല വന്ദനം മണ്ണിലേനായി, മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അത് ഓടിച്ചു മുമ്പോട്ട് പോകാൻ കഷ്ടത എന്ന തീച്ചൂളയിൽ കൂടെ പോകുമ്പോഴും ആമേ സന്തോഷ സമൃദ്ധി. അപ്പോൾ ആരംഭ സമയത്ത് എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും പ്രകാശനം ലഭിച്ച ശേഷം വളരെ തീക്ഷണതയോടെ ദൈവത്തെ സേവിച്ചവരാ. മാത്രമല്ല ആ തീക്ഷണതയുടെ വിശേഷതയാണല്ലോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിച്ച് ഇവർ ആരംഭ സമയത്ത് എങ്ങനായിരുന്നെന്ന് 6-ന്റെ 9 മുതൽ വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കാ ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും. ദൈവം നിങ്ങളുടെ പ്രവൃത്തി അതെങ്ങനെയാണെന്ന പ്രവൃത്തി എങ്ങനെ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് തീക്ഷണതയോടെ ഉണ്മയോടെ ഉശിരോടെ ഇവര് ദൈവത്തെ ഭജിച്ചവരാ. അങ്ങനെയൊക്കെ ഇറങ്ങിയ കാലത്ത് വളരെ തീക്ഷണതയോടെ നിന്നവരാ എബ്രായ വിശ്വാസികൾ. നമ്മുടെ ഇടയിലും അങ്ങനെ ആരംഭ സമയത്ത് വളരെ തീക്ഷണതയോടെ നിന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ നല്ല പ്രവൃത്തികൾ ശ്ലാഘനീയമാണ്. ദൈവം അവരുടെ കുടുംബത്തെയൊക്കെ മാനിക്കട്ടെ. എബ്രായ വിശ്വാസികൾ ആ വിധത്തിലൊക്കെ തീക്ഷണതയോടെ നിന്നു. എന്നാൽ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ആമെ സ്നേഹിക്കുകയും ചെയ്ത ഇവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ചിന്ത വിട്ടുപോകുന്നത് ഏതാ? വലിയ പള്ളി വിട്ടുപോകുന്നത് ഏതാ? പുരോഹിതന്മാരെയല്ല. ഉപേക്ഷിച്ചത് ഏതാ? സ്വത്തും സ്ഥാപന ജംഗമ വസ്തുക്കൾ, ആ പ്രൗഢി പത്രാസ്, അതെല്ലാം വിട്ടുപോകുന്നത് ഉപേക്ഷിച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർക്ക് ക്ഷീണമുണ്ടായി. അങ്ങനെ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു, തളർന്നു. ഇവർക്കൊരു ചിന്ത, പെന്തിക്കോസ് വന്നത് അബദ്ധമായോ? രക്ഷിക്കപ്പെട്ടത് മണ്ടത്തരമാണോ? സ്നാനപ്പെട്ടത് ഭോഷത്വമായോ? ഇപ്പൊ ചില സഹോദരിമാർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് കമ്മലും മാലയെല്ലാം ഊരിയത്
മിണ്ടുന്നില്ല. എന്തായാലും പറ. മണ്ടത്തരം ആയോന്ന് എല്ലാവർക്കും അല്ല, ചിലർക്ക്. മീശ പഠിച്ചത് എല്ലാവരുടെയും കാര്യമല്ലേ? ആ പഴയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ അതിനൊന്നും പോകാത്തതും സഹകരിക്കാത്തത് മണ്ടത്തരമായോ? പലതും 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 വിട്ടത്, ഉപേക്ഷിച്ചത് പോച്ചത്തമായോ എന്നൊരു ചിന്ത ഇവരുടെ അകത്ത് കയറി. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, പണ്ട് പിതാക്കന്മാര് അല്ലെങ്കിൽ ആരംഭ സമയത്തിറങ്ങിയ വിശ്വാസികൾ, ക്രിസ്തു ഭക്തന്മാർ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, ത്യജിച്ചത് പുതിയ തലമുറ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോ എടുക്കുക. സാറ് ഒന്ന് രണ്ട് പ്രയോഗം പണ്ട് പറഞ്ഞു, അത് പാടി, ചിലതൊക്കെ വിട്ടേച്ചിഞ്ഞു വരാൻ. അപ്പൊ സാറിങ്ങനെ എഴുതിയത്, ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. അപ്പോൾ ബാങ്കുകള്, ചിട്ടികള്, കമ്പനി, തീങ്ക് ചെയ്യും കളിച്ചോടതി. ഷോടതി എന്ന് പറഞ്ഞാൽ ലോട്ടറി, ഭാഗ്യക്കുറി. ഇതെല്ലാം വിട്ടച്ചിഞ്ഞ് വരാനാ സൈമൺ സാറ് പ്രബോധിപ്പിച്ചത്. ബാങ്ക്, ചിട്ടി, കമ്പനി, തീങ്ക് ചെയ്യും, നശിപ്പിക്കുക. ഷോടതി, ലോട്ടറി. മാളിക വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റി, ഏതുമേ നോക്കാതെ പോരിക നായികയെന്ന. വേറൊരു ലൈനുണ്ട്, വേഷവിശേഷങ്ങൾ, ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. സാറങ്ങനെ എഴുതിയേക്കുന്നത്. അതെ, ഇപ്പം അത് എഴുതിയ സാറിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെ ഇപ്പം അത് ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഏതാ? വേഷവിശേഷം. ഇത് വേണ്ട, ഞാനത് പാടി വെച്ചോട്ടെ. വേഷവിശേഷങ്ങളാഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. വേഷവിശേഷങ്ങളാഭരണം, വേഷം പിന്നെ വിശേഷങ്ങള്. ഒത്തിരി വിശേഷ ദിവസമായിട്ട് ഇപ്പം പെന്തിക്കോസുകാരും ആചരിക്കാൻ തുടങ്ങി. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, അപ്പച്ചൻ്റെ ഷഷ്ടി, അമ്മച്ചിക്ക് സപ്തതി, കെസിയായുടെ ബർത്ത്ഡേ, ജാൻസിയുടെയും ബേബിയുടെയും വെഡിങ് ആനിവേഴ്സറി. മിണ്ടുന്നില്ല. എന്നാ മിണ്ടാന്? പിന്നെ വേഷം എല്ലാവരുടെയും കാര്യമല്ല. മാന്യമായിട്ട് ജീവിക്കുന്ന ദൈവമക്കളും ദൈവകുഞ്ഞുങ്ങളുണ്ട്, അവരെ ദൈവം ആശീർവദിക്കട്ടെ. ചിലയിടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചിലര്, എല്ലാവരുമല്ല, ചിലര് സൺഡേ വരുന്നത് തന്നെ ആ ഡ്രസ്സിന്റെ ഭംഗി പ്രദർശിപ്പിക്കാനാ. ചിലര്, എല്ലാവരും അല്ല. എവിടാ എന്തുവാണെന്ന് ചോദിക്കണ്ട, പറയത്തില്ല. ഇപ്പൊ സംഗീത ശുശ്രൂഷ തന്നെ എല്ലാവരുടെയും കാര്യമല്ല. ഒരാള് ഒരു ഡ്രസ്സ് ഇട്ടപ്പം വേറൊരാൾ കമന്റ് പറഞ്ഞു, പൊളിയായിരുന്നെന്ന് സ്റ്റേജിൽ നിന്നപ്പം. അന്ന് ആ പാട്ട് നല്ലതായിരുന്നു, ഒരാത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പാടിയപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒത്തിരി അനുതാപം തോന്നി, കർത്താവിനോട് സ്നേഹം വർദ്ധിച്ചു. അതൊന്നും അല്ല അവൻ്റെ വിഷയം. അപ്പം ഞാനിപ്പറേ ഇരുന്ന് കേട്ടു, ഇറങ്ങുമ്പോൾ ഡ്രസ്സ് പൊളിയായിരുന്നെന്ന്. ഉടനെ അവൻ കൈ കാണിക്കുന്നു. പേരൊന്നും പറയത്തില്ല, സ്ഥലം ഒന്നും പറയത്തില്ല. കുറ്റമല്ലീ പറഞ്ഞത്. മിക്കവരും അത് തന്നെ പറഞ്ഞ, അയാൾ വന്ന കുറ്റമേ പറയുവുള്ളെന്ന. ഇത് കുറ്റമല്ല, പരമാർത്ഥമായി പറയുന്നത്. സ്തോത്രം. അപ്പോൾ വേഷവിശേഷങ്ങൾ, ആഭരണം. സാറ് കൊടുത്ത പ്രയോഗം ജാതികൾക്കുള്ള ദുരാചരണം. ഇതെല്ലാം വിടണമെന്നാണ്. അതെ, അങ്ങനെയൊക്കെ വിട്ടതും വേണ്ടാന്ന് വെച്ചതെല്ലാം പ്രാർത്ഥിച്ചെടുക്കുക.
എബ്രായ വിശ്വാസികൾക്ക് ഒരു ചിന്ത, ഞങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വിട്ടുപോകുന്നത്, അവൻ ത്യജിച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഇവര് ക്ഷീണിച്ചു, ആകെ തളർന്നു. ക്ഷീണിച്ച് തളർന്നതിന് 2 വാക്യം തെളിവിനൊന്ന് വായിച്ചോ. 6:12, 12:12. 6, 12, 12, 12. പെട്ടെന്ന്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ ക്ഷീണിച്ചതിന് തെളിയാം മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണമെന്ന. അപ്പോൾ ആ വാക്യത്തിന്റെ പ്രയോഗം മന്ദത, ക്ഷീണിച്ചു, മന്ദത. ഇനി 12:12 വായിച്ചേ മോനെ. 12:12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ കൈ കുഴഞ്ഞു, കാലും തളർന്നു. കൈ തളർന്നു, കാല് കുഴഞ്ഞു. ഈ 6:12 12:12 2 വാക്യത്തിൽ ഇവര് ക്ഷീണിച്ചു, മടുത്തു, മന്ദതയായി, മന്ദത പിടിച്ചു. ഇങ്ങനെ ക്ഷീണിച്ച് മന്ദത പിടിച്ച് തളർന്ന് കയ്യും കാലും എല്ലാം കുഴഞ്ഞും തളർന്നും മനസ്സുമെല്ലാം മടുത്ത് ഉപേക്ഷിച്ചത്, അവൻ വിട്ടുപോകുന്നത് അബദ്ധമായോ മണ്ടത്തരമായോ എന്നുള്ള ചിന്ത അകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ ക്ഷീണിച്ചു പോയവര് ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടെന്ന് വെച്ചത്, വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല, വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നീ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം പറയാ. നീ ഉപേക്ഷിച്ചത് അബദ്ധമല്ല, നീ വിട്ടേച്ചു പോകുന്നത് മണ്ടത്തരമല്ല. വലിയ പത്രാസും പ്രൗഢി സ്ഥാനമാനവും മഹിമയും എല്ലാം വിട്ടേച്ചു പോകുന്നത് സ്നേഹിത, സുഹൃത്തെ, ദൈവപൈതലെ, അബദ്ധമല്ല. നീ വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായിരുന്നു, മണ്ടത്തരമായിരുന്നു. ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാൻ ഒക്കാഞ്ഞതില്ല. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം, നീ രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം, നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഭാഗ്യം. കാശ് കിട്ടുകയോ കിട്ടാതിരിക്കോ, വീട് കിട്ടുകയോ കിട്ടാതിരിക്കോ, വണ്ടി മേടിക്കോ അതൊക്കെ ആ സമയത്ത് ദൈവം അതെല്ലാം തരേണ്ടതൊക്കെ തന്നോളൂ. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. പിള്ളേർ അമേരിക്കയിലാണോ, പേർഷ്യയിലാണോ, കാനഡയിലാണോ, ലണ്ടനിലാണോ, ന്യൂസിലൻഡ്, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നീ രക്ഷിക്കപ്പെട്ടതാ വിഷയം, നീ യേശുവിനെ അറിഞ്ഞതാ വിഷയം, നീ ഒരു ദൈവ പൈതലായി തീർന്നതാ വിഷയം. അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. ആകയാൽ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക.